ഹലോ നമസ്കാരം, പുതിയൊരു ഡേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോകാൻ പോണത് ഡയറിക്കാണ്. ഡയറിയിൽ കുറച്ച് നേരമൊക്കെ നമ്മൾ ആദ്യം മെട്രോ ഒക്കെ ഇറങ്ങിയിട്ടാണ് പോയത്. മെട്രോ ഒക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ മുന്നോട്ട് നിന്ന് മെട്രോൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ അത് ഒരാൾ അവിടെ കുത്തിന്ന് വർത്താനം പറഞ്ഞു. അതൊന്നും നമ്മൾ നോക്കിയില്ല, വേണ്ടി ചെയ്തില്ല. അങ്ങോട്ട് പോയി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന്. ചൂടുണ്ട് കേട്ടോ, നല്ല ചൂട്. ജോയ് മാത്യു പറഞ്ഞ ധൈര്യം എന്നല്ല കേട്ടോ, അത് പണ്ട് ജോയ് മാത്യു ഒരു ആഡിൽ പറഞ്ഞതാണ്. പക്ഷെ വേശികളി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതൊന്നും നല്ലത്. ആ ധൈര്യം എന്നല്ല, ധൈര്യമൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ കാലത്ത്. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങോട്ട് പോയാലേ അതിൻ്റെ അറിയുള്ളൂ. എത്രങ്ങാനും ലക്ഷങ്ങൾ ബിസിനസ് നടക്കണതാണ്. അപ്പോൾ നമ്മൾ ധൈര്യക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ ബ്രിഡ്ജ് കയറട്ടെ. ബ്രിഡ്ജ് കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിന് കയറുന്നതിന് വേണ്ടിയിട്ട് നേരെ സ്റ്റെപ്പ് കയറിയതാണ്. സ്റ്റെപ്പ് കയറിയപ്പോഴാണ് മനസ്സിലായത് ശ്വാസം മുട്ടൽ തുടങ്ങിയെന്നുള്ളത്. കയറ്റം കയറിയപ്പോൾ തടി കൊണ്ടേ നടക്കണേ. അതിലങ്ങനെ പോയി കുറച്ച് നേരമൊക്കെ നിന്നപ്പോൾ കുറച്ച് റോഡത്തെ കാഴ്ചയൊക്കെ കണ്ടു. റോഡത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നിന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമിനൊക്കെ പോകുകയാണെന്നുവെച്ചെങ്കിൽ നല്ല രസമാണ് കാണാനൊക്കെ. അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് നേരെ വണ്ടികളൊക്കെ വരുന്നു. ഒരു കുറച്ച് നേരം നിന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് അവർ ബ്ലോക്ക് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അതിൻ്റെ വിഷമം എന്താണെങ്കിലും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ അങ്ങനെ നോക്കി, രണ്ട് സൈഡിലേക്ക് നോക്കിയപ്പോൾ വണ്ടികൾ വരുന്ന യാതൊരു കമ്മിയില്ല, വന്നുകൊണ്ട് തന്നെ നിൽക്കണം. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് പോകല്ലേന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിലായിരുന്നു. ഞങ്ങളെന്ന് പറയുന്ന ആരും ഇല്ലട്ടോ, രണ്ടാളെന്നെ ഉള്ളൂ. അങ്ങനെ നേരെ പോയി. അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. വെറും മൊബൈൽ ഷോപ്പിൻ്റെ ബിസിനസ്സായിട്ട് കാര്യമായിട്ട് നടക്കുന്നത്. അപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ചായപ്പൊടിയൊക്കെ കണ്ടത്. ചായപ്പൊടി മലയാളീസിൻ്റെ തന്നെയാണ്. അപ്പോഴും ധൈര്യക്ക് ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ മുന്നോട്ട് പോയി മെട്രോ ഇറങ്ങിയിട്ടുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചൊക്കെ നീങ്ങണം. കുറച്ച് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ബിസിനസ്സിന്, ചില്ലറ ബിസിനസ് നല്ല നടക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡ് മുറിച്ചടക്കാൻ പോകണം. ഈ റോഡ് മുറിച്ചടക്കാതെ സിഗ്നൽ തെറ്റിയിട്ട് സിഗ്നൽ ആകാതെ മുറിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും. ഇതാണ് ആ മാത്യു പറഞ്ഞ ധേരൻ്റെ പരസ്യം ചെയ്യുന്ന ധേര. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ചാണ് നോക്കുമ്പോഴാണ് കുറേ ഇതൊക്കെ കണ്ടത്. ഗഗ്ഗിയൊക്കെ കണ്ടത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോയി. അപ്പോൾ നമുക്ക് വേറൊരു രസം കണ്ടു കേട്ടോ. വേറെ രസം കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഈ അരി ഇതൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. ആൾക്കാർ ഉന്തിക്കൊണ്ട് പോകണം. നല്ല അടിപൊളി പരിപാടിയാണ്. കാരണം ഇത് അങ്ങനെ കാണാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴാണ് അവിടെ ഒരു ഗെയിമിൻ്റെ ഷോപ്പ് കണ്ടത്. അപ്പോൾ അവിടെ കുറേ കയറി നോക്കി, അവിടെ കുറച്ച് കാലം നോക്കി. അതും കണ്ട് നേരെ പോകുന്ന ഒരു ബകാലയൊക്കെ കണ്ടു. ഒരു ബകാലയിൽ കൂടി ചായ കുടിക്കാനുള്ള പരിപാടിക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ നമ്മൾ വേണ്ട സ്ഥലത്ത് പോകാമെന്ന്. അപ്പോഴാണ് മൊബൈൽ ഷോപ്പ് കയറിയത്. മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഫോൺ തന്നെ കേട്ടോ. അത് ഞങ്ങൾ ഈ പഴയത് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ പോന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമുക്ക് പുറത്തു കൂടി പോകാമെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് പോയി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ നോക്കുമ്പോൾ വേറൊരു കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ നോക്കുമ്പോൾ പെരുന്താഹം. അങ്ങനെ ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ പോകുന്നു. അപ്പോൾ അടുത്ത ഒരു ഷോപ്പ് കയറി. ആ ഷോപ്പിലാണെന്ന് വെച്ചെങ്കിൽ എല്ലാ ക്യാമറയും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ടത് യൂട്യൂബുകൾക്കൊക്കെ വേണ്ടതും മൊബൈലും എല്ലാ സാധനങ്ങളും ഉണ്ട്. വില കമ്മിയാണ്, എന്നാലും വിലയുണ്ട്. നല്ല ഓവർ വിലയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടില്ല. നമുക്ക് നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ഒന്ന് ഇടാകുമ്പോൾ ഒരു ഊർജ്ജം കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഊർജ്ജം കിട്ടുക. അതൊന്ന് നിങ്ങളെ സപ്പോർട്ടിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ.